ഈശംസിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മദർ തെരേസയുടെ നാമധേയത്തിലുള്ള തലേകാവ് പള്ളിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ബോംബെ പൂനെ ഓൾഡ് എക്സ്പ്രസ് ഹൈവേയുടെ തൊട്ടടുത്തുള്ള MIDC ഏരിയയിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ചർച്ചസ് ഓഫ് ഇന്ത്യ എന്ന യൂട്യൂബ് ചാനൽ വഴി ഈ കൊച്ചു ദേവാലയത്തെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. ഇതൊരു വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ സമയമായിട്ട് ഞങ്ങൾ കാണുകയാണ്. ചർച്ചസ് ഓഫ് ഇന്ത്യ ടീമിനെ ഈ ദേവാലയത്തിലേക്ക് ഏറ്റവും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ദേവാലയം എല്ലാ ഒരു ദൈവജനത്തിൻ്റെയും ഒരു സ്വപ്നമാണ്. ആ ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു ഈ ഒരു കൊച്ചു ദേവാലയത്തിൻ്റെയും ചരിത്രം എന്ന് പറയുന്നത്. അനാഥരെയും അവഗണിക്കപ്പെട്ടവരെയുമെല്ലാം ക്രിസ്തു സ്നേഹത്തിൽ ചേർത്ത് നിർത്തിയ വിശുദ്ധ മദർ തെരേസ. ആ മദർ തെരേസയുടെ നാമധേയത്തിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. 2012 ഡിസംബർ മാസത്തിലാണ് ബഹുമാനപ്പെട്ട അനൂപ് പൊയ്യാനിയച്ചൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു കൊച്ചു ദേവാലയം സ്ഥിതി ചെയ്യുന്ന ലാൻഡ് പർച്ചേസ് ചെയ്തത്. 2016 ജൂൺ മാസത്തിലാണ് ഈ ദേവാലയത്തിന് തറക്കല്ലിടുക. കാലേവാടി അന്നത്തെ ഫൊറോന വികാരിയായിരുന്ന ഫ്രാൻസിസ് കൊട്ടാരത്തിൽ അച്ഛനാണ് ഈ ദേവാലയത്തിന് തറക്കല്ലിട്ടത്. പിന്നീട് വന്ന ജോസഫ് ചാലിശ്ശേരി അച്ഛനാണ് ഈ ദേവാലയം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ദേവാലയം കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടത്. ദൈവജനത്തിൻ്റെ ഒത്തിരി നാളത്തെ ഒരു പ്രാർത്ഥനയുടെ ഫലം എന്നോണം 2016 നവംബർ മാസത്തിലാണ് കല്യാൺ രൂപതയുടെ അഭിവന്ദ്യ പിതാവ് മാർ തോമസ് ഇലവനാൽ ഈ ദേവാലയം കുദാശകർമ്മം നടത്തുകയും ദൈവജനത്തിന് ആരാധനയ്ക്കായിട്ട് തുറന്നു കൊടുക്കുകയും ചെയ്തു. പിന്നീട് 6 വർഷങ്ങൾക്ക് ശേഷം അന്നത്തെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട സജേഷ് പയ്യപ്പള്ളി SDV അച്ഛൻ്റെ നേതൃത്വത്തിലാണ് ഈ ദേവാലയം കൂടുതൽ മനോഹരമാക്കുന്നതിന് വേണ്ടി പുതുക്കി പണിതത്. കാലേവാടി ഫൊറോനയുടെ കീഴിലാണ് ഈ ദേവാലയം വരുന്നത്. നമുക്ക് ഒരു ചെറിയ കൊച്ചു ദേവാലയമാണത്. ഏകദേശം 19ഓളം കുടുംബങ്ങളാണ് ഈ ദേവാലയത്തിലുള്ളത്. ഒത്തിരി വൈദികർ വളരെ സുദീർഘമായ സേവനം നടത്തി ഈ ദേവാലയത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. 2016, 2018 കാലഘട്ടങ്ങളിൽ അന്നത്തെ ആദ്യത്തെ വികാരി ഫാദർ ജോസഫ് ചാലിശ്ശേരി അച്ഛനായിരുന്നു. പിന്നീട് വന്നത് 2018, 2019 കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഡേവിസ് തരകനച്ചനാണ് വികാരിയായിട്ട് ഈ ദേവാലയത്തിലേക്ക് വന്നത്. 2019, 2020 കാലഘട്ടങ്ങളിൽ വികാരിയായിട്ട് വന്നത് ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ജോൺ അച്ഛനാണ്. പിന്നീട് വന്ന 3 വർഷം 2020, 2023 കാലഘട്ടങ്ങളിൽ ഇവിടെ വളരെ സുദീർഘമായി സേവനം ചെയ്ത മറ്റൊരു വൈദികനാണ് ബഹുമാനപ്പെട്ട സജേഷ് പയ്യപ്പള്ളി SDV അച്ഛൻ. അച്ഛൻ്റെ കാലഘട്ടത്തിലായിരുന്നു ഓൾട്ടർ റിനോവേറ്റ് ചെയ്തതും അതോടൊപ്പം തന്നെ ഈ ഇൻറ്റീരിയർ സീലിംഗ് ഒക്കെ ചെയ്തത് അച്ഛൻ്റെ ഒരു കാലഘട്ടത്തിലാണ്. പിന്നെ അതോടൊപ്പം തന്നെ സങ്കീർത്തിയിലായാലും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയത് അച്ഛൻ്റെ ഒരു ദീർഘവീക്ഷണത്തിൽ നടന്ന ഒരു കാര്യമായിരുന്നു. പിന്നീട് 2023, 2024 കാലഘട്ടത്തിൽ ഒരു ചെറിയ കാലഘട്ടത്തിൽ വികാരിയായിരുന്നത് ബഹുമാനപ്പെട്ട തോമസ് വാലമനാൽ അച്ഛനാണ്. അച്ഛൻ പൂന സെമിനാരിയിൽ ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ താമസിക്കുകയും ഇവിടെ വികാരിയായിട്ട് സേവനമനുഷ്ഠിച്ചത്. അതിനുശേഷം 2024 ഫെബ്രുവരി മുതൽ മെയ് വരെ ഉള്ള കാലഘട്ടത്തിൽ വികാരിയായിരുന്നത് ബഹുമാനപ്പെട്ട ഫിബിൻ കാഞ്ഞിരപ്പറമ്പിൽ അച്ഛനാണ്. 2024 മെയ് 23-ാം തീയതിയാണ് ഈ പള്ളിയുടെ വികാരിയായിട്ട് ഞാൻ സ്ഥാനം ഏറ്റെടുത്തത്. എൻ്റെ പേര് ഫാദർ ഷെറിൻ ചേരാന്തുരുത്തി കപ്പൂച്ചൻ അച്ഛനാണ്. നമുക്ക് ഈ ഇടവകയുടെ ഭാഗമായിട്ട് ഒത്തിരി അസോസിയേഷൻസ് ഉണ്ട്. പാരിഷ് കൗൺസിൽ, പിതൃവേദി, മാതൃവേദി, ഗായക സംഘം, ഓൾട്ടർ ബോയ്സ്, യൂത്ത്, കാറ്റഗിസം. ഇതെല്ലാം ഒരു ഇടവകയുടെ സജീവമായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഇവരൊക്കെ നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളാണ്. ചെറിയ നമ്പറാണെങ്കിൽ കൂടിയും വളരെ സജീവമായിട്ട് തന്നെ പള്ളിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അവർ കാര്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഇടവകയുടെ ഭാഗമായിട്ട് തന്നെ എല്ലാ ഇടവകയിലും ഉള്ളതുപോലെ തന്നെ നമുക്കിവിടെ പാരിഷ് കൗൺസിൽ, അത് എല്ലാ മാസത്തിൻ്റെയും 2ാമത്തെ ഞായറാഴ്ചകളിലാണ് ഞങ്ങൾ പാരിഷ് കൗൺസിൽ മീറ്റിംഗ് കൂടുക. അതിനോടൊപ്പം തന്നെ കാറ്റഗിസം ഉണ്ട്. അതും സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഈ ദേവാലയത്തിൻ്റെ. അധികം കുട്ടികളൊന്നുമില്ല. നമുക്ക് ഏകദേശം 12ഓളം കുട്ടികളെ കാറ്റഗിസത്തിനുള്ളൂ. നമുക്ക് ഈ ഇടവകയിൽ തന്നെ 4 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. സെൻറ്റ് ജോസഫ്, സെൻറ്റ് മേരീസ്, സെൻറ്റ് അൽഫോൺസ, സെൻറ്റ് തോമസ് എന്ന 4 ഗ്രൂപ്പുകളാണ്. ഈ ഗ്രൂപ്പുകളാണ് ഇടവകയുടെ ഈ പള്ളി ക്ലീനിങ് ആയാലും ഓൾട്ടർ ഡെക്കറേഷനുമായിട്ടും ഒക്കെ ചെയ്യുക.
ഫീസ്റ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാതൃസംഘം, പിതൃവേദി അവരെല്ലാവരും മാറി മാറിയിട്ടൊക്കെയാണ് അങ്ങനെ ചെയ്യുക. നമുക്ക് ഇടവകയിൽ സിസ്റ്റേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇടവക്കാർ തന്നെയാണ് ഇനീഷ്യേറ്റീവ് എടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുക. മനോഹരമായ ബൊക്കെകളും ഓൾട്ടർ ഡെക്കറേഷനും എല്ലാം ചെയ്യുന്നത് അവർ തന്നെയാണ്. നമ്മുടെ ഈ ഇടവകയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന മാതൃസംഘവും പിതൃവേദിയും ഒക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അവർ ചാരിറ്റി വിസിറ്റിനായിട്ട് തൊട്ടടുത്തുള്ള ഒരു സിസ്റ്റേഴ്സ് നടത്തുന്ന കരുണാഞ്ജലി എന്ന് പറയുന്ന ഒരു മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ചിൽഡ്രന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. വിശുദ്ധ തോമാസ് ലീഹായുടെയും വിശുദ്ധ മദർ തെരേസയുടെയും തിരുനാളുകൾ സംയുക്തമായിട്ടാണ് ഞങ്ങൾ പുതു ഞായറാഴ്ച ആഘോഷിച്ചു വരുന്നത്. ഈ ഇടവക തിരുനാളിനോടനുബന്ധിച്ച് തന്നെ നൊവേനയും ആഘോഷമായ വിശുദ്ധ ബലിയും പ്രദർശനവും സ്നേഹവിരുന്നും ഒക്കെ ഞങ്ങൾ നടത്താറുണ്ട്. അത് ഇടവകയുടെ ഒരു ആഘോഷം എന്ന നിലയ്ക്ക് ഇടവക ദിനമായും അതിൻ്റെ തലേദിവസം ഞങ്ങൾ ആഘോഷിച്ചു വരുന്നു. നമുക്ക് ഈ ദേവാലയത്തിൽ എല്ലാ ദിവസവും ദിവ്യബലി ഇല്ല. ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഞായറാഴ്ച രാവിലെ 11 മണിക്കാണ് വിശുദ്ധ ബലി. തുടർന്ന് മദർ തെരേസയുടെ നൊവേനയും ഉണ്ടായിരിക്കുന്നതാണ്. ഒക്ടോബർ മാസം മുതൽ എല്ലാ ശനിയാഴ്ച വൈകുന്നേരങ്ങളിലും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. ഞായറാഴ്ചത്തെ മാസ് ടൈമിങ്ങും ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. മാസ് ടൈമിങ് 8 മണിക്കായിരിക്കും, രാവിലെ 8 മണിക്കായിരിക്കും വിശുദ്ധ കുർബാന. നമ്മുടെ ഈ ഇടവകയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 16 കുടുംബങ്ങളാണ്. അതുകൊണ്ട് തന്നെ 2 ഗ്രൂപ്പുകളായിട്ട് തിരിക്കാനൊന്നും നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുക. നമുക്ക് ഒരു കുടുംബ യൂണിറ്റ് ഈ ദേവാലയത്തിലുള്ളൂ. ദേവാലയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എണ്ണത്തിൽ കുറവാണെങ്കിലും ഞങ്ങൾ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദേവാലയം കൂടിയാണ്. ഇടവകയുടെ ഏതൊരു കാര്യത്തിലായാലും ഒരു ഒരുമയോടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവജനമാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ ഞങ്ങൾ എല്ലാ മാസവും ഇടവക്കാർ എല്ലാവരുടെയും കൂടിയിട്ട് ഒരു ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു വരാറുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ചെറിയ ഫീസ്റ്റുകളൊക്കെ വരുമ്പോൾ സെൻറ്റ് തോമസിൻ്റെ ഫീസ്റ്റ് ആയാലും മറ്റു വിശുദ്ധരുടെയൊക്കെ ഫീസ്റ്റുകളൊക്കെ ഞങ്ങൾ ഞായറാഴ്ച കുർബാനയോട് ചേർന്ന് ഞങ്ങൾ ആഘോഷിക്കുകയും അതിനുശേഷം സ്നേഹവിരുന്നൊക്കെ ഞങ്ങൾ പങ്കിട്ട് വീടുകളിലേക്ക് മടങ്ങാറുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഞാനൊരു പ്രത്യേകത ഞാനിവിടെ കണ്ടത്, എല്ലാ ഞായറാഴ്ചകളിലും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാന കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് ഓടാതെ കുറച്ച് നേരം പള്ളിയുടെ മുമ്പിലൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പങ്കിട്ട് അങ്ങനെ പോകുന്ന ഒരു ദൈവജനമാണ് ഇവിടെയുള്ളത്. ഈ ദേവാലയത്തിലേക്ക് എത്തിച്ചേരാൻ വളരെ എളുപ്പമാണ്. ഇവിടെ തൊട്ടടുത്ത് ഒരു 1.5 കിലോമീറ്റർ അകലെ തലേകാവ് റെയിൽവേ സ്റ്റേഷനുണ്ട്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് ഇവിടെയും എത്താവുന്നതാണ്. അതോടൊപ്പം തന്നെ പൂനെ മുംബൈ ഓൾഡ് എക്സ്പ്രസ് ഹൈവേയിൽ നിന്ന് ഏകദേശം 300 മീറ്റർ അകലെയാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധ മദർ തെരേസയുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ നിങ്ങളേവരെയും ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ചർച്ചസ് ഓഫ് ഇന്ത്യ എന്ന യൂട്യൂബ് ചാനൽ വഴി ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരെയും ഏറ്റവും ഹൃദ്യമായി ഈ ദേവാലയത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.
ഇന്നലെ ഓഗസ്റ്റ് 15-ാം തീയതി പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിനോടനുബന്ധിച്ച് ഞങ്ങളുടെ ഇടവകയിലെ സജീവമായി പ്രവർത്തിക്കുന്ന മാതൃസംഘം ചെയ്ത ഒരു ചെറിയ ഡെക്കറേഷനാണ് എൻ്റെ പുറകിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇടവകയുടെ ഭാഗമായിട്ട് തന്നെ നമുക്കൊരു ചെറിയ നഴ്സറി സ്കൂൾ കൂടിയുണ്ട്. സെൻറ്റ് മദർ തെരേസ നഴ്സറി സ്കൂൾ എന്നാണ് ഈ നഴ്സറി സ്കൂളിൻ്റെ പേര്. മറ്റ് മതസ്ഥരായ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതൊരു ചാരിറ്റി ബേസിലാണ് ഞങ്ങളിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് തൊട്ടടുത്തുള്ള നഴ്സറികളെക്കാളും വളരെ റേറ്റ് കുറച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു ചാരിറ്റി പ്രവർത്തനം നടത്തുക. ഏകദേശം 8 വർഷത്തോളമായി ഈ നഴ്സറി ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. ഇവിടെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് സുവിശേഷത്തിലെ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ പകർന്നു കൊടുക്കാനും കൂടിയും ഈ സംരംഭം സഹായിക്കുന്നുണ്ട്. 2016 തിരുസഭ കരുണയുടെ വർഷമായിട്ട് ആചരിച്ച സമയത്താണ് കരുണയുടെ അപ്പസ്തല എന്നുകൂടി വിശേഷിപ്പിക്കാവുന്ന മദർ തെരേസയുടെ നാമധേയത്തിൽ ഈ ദേവാലയം പണി കഴിക്കപ്പെട്ടിട്ടുള്ളത്. അനാഥരെയും ആശയറ്റവരെയെല്ലാം ക്രിസ്തു സ്നേഹത്തോട് ചേർത്ത് പിടിച്ച മദർ തെരേസ തിരുവചനം പറയുന്നത് പോലെ, ഈ ചെറിയവന് നീ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന ഈശോയുടെ വചനം സ്വന്തം ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അനാഥരെയും പാവപ്പെട്ടവരെയൊക്കെ ക്രിസ്തു സ്നേഹത്തിൽ ചേർത്ത് പിടിച്ച മദർ തെരേസ നമുക്കെല്ലാം ഒരു നല്ല മാതൃകയാണ്. ആ വിശുദ്ധയുടെ മാതൃക അനുകരിച്ച് നമുക്കും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവരെ ക്രിസ്തു സ്നേഹത്തിൽ ചേർത്ത് പിടിക്കാൻ നമുക്കും സാധിക്കട്ടെ. ദൈവാനുഗ്രഹമുള്ള നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.